ശ്രീത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത് കുട്ടികളെയും കൂടിയും ശ്രീത്ത് ഓൺ സ്റ്റേജ് എത്തിക്കുന്നുണ്ട്. അതാണ് അതായത് എല്ലാവരും ആഗ്രഹമാണല്ലോ, എല്ലാ പാരന്റ്സിന്റെ ആഗ്രഹമാണ് അവരവരുടെ കുട്ടികളെ ഒന്ന് ഇതുപോലുള്ള വേദികളിൽ കാണുക എന്നുള്ളത്. അപ്പൊ എന്നെ പണ്ട് കൊണ്ടുപോകാനായിട്ട് ഒരാളും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്മുടെ കൂടെ വരുന്ന സ്റ്റുഡൻസിനെ എല്ലാവരെയും നമുക്കൊരു വേദിയിൽ എത്തിക്കുക, ആ ഒരു സന്തോഷമാണ് എന്റെ ഒരു സന്തോഷം. ഞാൻ ഓൾറെഡി ആയുർവേദ നേഴ്സാണ്. ഇപ്പൊ ആ ജോലി വിട്ടിട്ടാണ് ഇപ്പൊ ഡാൻസ് ക്ലാസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. ആദ്യം ആയുർവേദ നഴ്സായിരുന്നു. അതെ, ഞാൻ 4ാം ക്ലാസ് മുതൽ ഡാൻസ് ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചത് എനിക്കൊരു വരുമാനം നമുക്ക് ഈ ഫീൽഡിലാണല്ലോ, അല്ലെങ്കിൽ മറ്റേ ഡിഷിന്റെ ടെക്നീഷ്യൻ ഉണ്ട് എയർടെലിന്റെ, അപ്പൊ അതിന്റെ വർക്കിനൊക്കെ ഇടയ്ക്ക് ഞാൻ പോകും ഞാൻ. അപ്പൊ അതും ഡാൻസ് ക്ലാസ്സും കൂടെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയത്. ഇടയ്ക്ക് നമ്മുടെ മത്സ്യത്തൊഴിലാളി ഏരിയയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ. ഞങ്ങളുടെ അച്ഛനൊക്കെ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പം ഞാൻ ആ സമയത്ത് ഫിഷിങ്ങിന്റെ വർക്കിനും പോയി, നമ്മുടെ ഈ കൊറോണ സമയമില്ലേ ആ സമയത്ത്. അപ്പൊ നമ്മള് വേറെ വർക്കൊന്നും ഇല്ലാത്ത കാരണം ഫിഷിങ്ങിന്റെ വർക്കിനും പോയി. അങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കൊറോണ നല്ല കടമ്പിടുത്തം പിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിയിപ്പോ വേറെ എവിടെ പോയി ജോലി ചെയ്താലും നമുക്ക് ഒരു ഒരു വരുമാനം എന്നുള്ള രീതിയിൽ കിട്ടത്തില്ല. എപ്പോഴാണ് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിയാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ, എന്നെ വിശ്വസിക്കുന്ന കുട്ടികൾക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ നല്ല സക്സസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും ഓൾ ദി ബെസ്റ്റ്, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ, അടിപൊളിയാവട്ടെ. അതെ, ഞാനും പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇന്റർനാഷണൽ ഡാൻസ് ഡേ. കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ക്ലബ് എഫ് എമ്മിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ലിസണേഴ്സിന്റെയും എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മാസ്റ്ററിനും കുട്ടികൾക്കും ഒരു ബിഗ് ഇന്റർനാഷണൽ ഡാൻസ് ഡേ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു മാഡം. ശ്രീജിത്തിന്റെ വിശേഷങ്ങൾ നേരെ പോകുന്നത് 6 പാട്ടുകളിലേക്കാണ്. കേരളാസ് നമ്പർ 1 FM സ്റ്റേഷൻ ക്ലബ് FM 104.8 ഇനി വരാൻ പോകുന്നത് 6 പാക്ക് ആണ്. കൂടെയുള്ളത് അനഘയാണ് കേട്ടോ. സ്റ്റേ ട്യൂൺ.